വീണ്ടും ആഴത്തിലേക്ക് താണു. അവരുടെ പ്രാണൻ കഷ്ടത്താൽ ഉരുകിപ്പോയി. ദേ ലോസ്റ്റ് ദെയർ ഹോപ്പ്. എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ടു. അങ്ങനെ പ്രത്യാശ നഷ്ടപ്പെട്ടപ്പോൾ എന്നാ സംഭവിച്ചത്? അഞ്ചാമത്തെ കാര്യം, ഈ പ്രത്യാശ നഷ്ടപ്പെട്ട് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ആകപ്പാടെ വല്ലാതായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇപ്പം ഒരു സ്വപ്നം പോലും അവർക്കില്ല. അവർ വല്ലാതെ അവരുടെ സ്വപ്നങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. അവർ ഒരു വീടും മുന്തിരിത്തോട്ടമൊക്കെ, അങ്ങനെയാണല്ലോ 35-36 വാക്യങ്ങളൊക്കെ വായിക്കുന്നത്. നോക്കിക്കേ, വീടും മുന്തിരിത്തോട്ടമൊക്കെ പ്രതീക്ഷിച്ചിറങ്ങിയവരാ, മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിന് വേണ്ടി കാത്തവരാ. പക്ഷേ ആദ്യം നഷ്ടപ്പെട്ടത് വഴി നഷ്ടപ്പെട്ടു, രണ്ടാമത് അവർക്ക് നഷ്ടപ്പെട്ടു, ബന്ധിക്കപ്പെട്ടു, മൂന്നാമത് അവർക്ക് നഷ്ടപ്പെട്ടു. എന്താ നഷ്ടപ്പെട്ടത്? അവരുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു, നാലാമത് നഷ്ടപ്പെട്ടു വീട് നഷ്ടപ്പെട്ടു, അഞ്ചാമത് നഷ്ടപ്പെട്ടു പ്രത്യാശ നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടങ്ങൾ, 5 നഷ്ടങ്ങൾ. അവരാകപ്പാടെ ശാന്ത അസ്വസ്ഥതയിലായി. പക്ഷേ ഇങ്ങനെ 5 നഷ്ടങ്ങൾ പേറി അസ്വസ്ഥത അനുഭവിക്കുന്ന ജനം അവരൊറ്റ കാര്യം ചെയ്തു. എന്താ ചെയ്തത്? അവർ തങ്ങളുടെ കഷ്ടതയിൽ ദൈവത്തോട് നിലവിളിച്ചു. നഷ്ടം എത്ര വലുതാണെങ്കിലും, ജീവിതം എത്ര ബന്ധിക്കപ്പെട്ടിരിക്കുകയാണെങ്കിലും, ശരീരം എത്ര ബലഹീനമാണെങ്കിലും, എത്രമാത്രം പ്രത്യാശ നഷ്ടപ്പെട്ടെങ്കിലും, എത്രമാത്രം വഴികളില്ലെങ്കിലും ഒട്ടും ഭാരപ്പെടണ്ട. ഇവിടെ ഇരുന്ന് ഒന്ന് നിലവിളിക്കാൻ തയ്യാറാക. എന്താ നിലവിളി? നിലവിട്ടുള്ള വിളിയാ നിലവിളി. അവർ തങ്ങളുടെ കഷ്ടതയിൽ ദൈവത്തോട് നിലവിളിച്ചു. ഇന്ന് പകൽ നിലവിളിക്ക് ഉത്തരവരുളുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് അങ്ങ് വിളിച്ചപേക്ഷിക്കും. നിലവിട്ടുള്ള വിളിയാ നിലവിളി. നിലവിളിച്ചുകൊണ്ടിരുന്നവർ അവർ പറയാ, അയ്യോ ഇതിനല്ലല്ലോ ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചത്, ഞങ്ങൾ പോകുന്നത് നല്ല വഴിയെ കൂടെ പോകാനല്ലേ, ഇതിനല്ലല്ലോ ഞങ്ങൾ പോകുന്നത്. ഇങ്ങനെ വഴിതെറ്റി ബന്ധിക്കപ്പെട്ട സാഹചര്യം. അങ്ങനെ ബന്ധിക്കപ്പെട്ടപ്പോൾ രോഗികളായി, രോഗം കയറി, ഇനി ജീവിക്കുമെന്നുള്ള പ്രതീക്ഷയില്ല, മരണവാതിലിനോടടുത്തു. അതുമാത്രമല്ലല്ലോ, ഇനി ഒരു സാധ്യതയില്ലാത്ത ജീവിതം. പക്ഷെ അങ്ങനെ കിടക്കുന്നവരോടുള്ള ബന്ധത്തിൽ ദൈവം ഒരു കാര്യം ചെയ്തു. എന്തോ ചെയ്തെന്നറിയാവോ? ഇരുട്ടിക്കിടന്ന് നിലവിളിച്ചപ്പം ഒന്നാമത് ദൈവം അവരുടെ മുമ്പിൽ ഒരു കാര്യം ചെയ്തു. എന്താ ചെയ്തത്? 7-ാമത്തെ വാക്യം, അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴികളിൽ നടത്തി. അതിങ്ങനെ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ, ഹീ ലീഡ് ദം ബൈ എ സ്ട്രെയിറ്റ് വേ. ഇന്ന് ഞാനൊരു കാര്യം പറയാം. ഇന്ന് പകൽ നേരെയുള്ള വഴി ദൈവം നിന്റെ മുമ്പിൽ തുറക്കും. ഈ പകലിനൊരു വ്യത്യാസമുണ്ട് കേട്ടോ. 2026 ഇന്നത്തെ ദിവസത്തിനൊരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം എന്നറിയാമോ? വളഞ്ഞ വഴികൾ മാറാൻ പോവുക, ദിശ അറിയാത്ത വഴികൾ മാറാൻ പോവുക, കുഴഞ്ഞ വഴികൾ മാറാൻ പോവുക. സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ മുമ്പിൽ ഒരു തെളിഞ്ഞ വഴി തുറക്കുന്ന പകലായത്. 2 വാക്ക എന്നെ അത്ഭുതപ്പെടുത്തിയത്. സ്ട്രെയിറ്റ് വേ, റൈറ്റ് വേ. ഒന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ, സ്ട്രെയിറ്റ് വേ ആൻഡ് റൈറ്റ് വേ. ഈ പകൽ നേരായ വഴി തുറക്കും, ശരിയായ വഴി തുറക്കും. വിശ്വസിച്ചോ? ഒറ്റ നിലവിളിക്ക് അതിനെ തുറക്കാൻ പറ്റും. ഒറ്റ നിലവിളി നടക്കുമ്പോൾ ദൈവം അത് ചെയ്യും. എന്താ ചെയ്യുന്നത്? നേരായ വഴി തുറക്കും, ശരിയായ വഴി തുറക്കും. ഈ പകൽ നിന്റെ തലമുറയുടെ വഴി അത് വല്ലാതെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണോ? കുടുംബം വല്ലാതെ കറങ്ങുകയാണോ? സാരയില്ലമ്മേ, ഇവിടെ ഇരുന്ന് നിങ്ങളൊന്ന് ദൈവത്തെ നോക്കി നിലവിളിക്ക്. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് ദൈവത്തെ നോക്കി നിലവിളിക്കുമ്പോൾ സ്വർഗം എന്നെ എടുക്കുന്നറിയാം. നേരായ വഴി പകല് തുറക്കും, ശരിയായ വഴി നിന്റെ മുമ്പിൽ തുറക്കും. ഞാൻ ചോദിച്ചു, ബന്ധിക്കപ്പെട്ടിരിക്കുന്നവന്റെ മുമ്പിൽ വഴി? അന്നേരം സ്വർഗനോട് പറഞ്ഞു തുറക്കും. വഴി തുറക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ചെയ്യും. എന്താ ചെയ്യുന്നറിയോ?
107 സങ്കീർത്തനത്തിന്റെ 14 15 അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ചു, അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു. അപ്പം ഇന്ന് പകൽ ദൈവം എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? ഒരു കമാൻഡോ ഓപ്പറേഷൻ നിനക്ക് വേണ്ടി ദൈവം ചെയ്യും. ഏത് സ്ഥലത്ത് നീ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണേലും നിന്റെ ബന്ധനത്തിന്റെ ചങ്ങലയെ പൊട്ടിച്ചേച്ച്, അതേത് രോഗമാകട്ടെ, ഏത് കടഭാരമാകട്ടെ, ഏത് പ്രതിസന്ധിയാകട്ടെ, ഇന്ന് പകൽ ആ ബന്ധനക്കയറിനെ അഴിച്ചു മാറ്റിയേച്ച് വിശ്വസിക്കുന്നവരൊക്കെ ചേർന്ന് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോ. ഹല്ലേലൂയ. സ്വർഗം നിന്റെ ബന്ധനത്തെ അഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയോ? അറ്റ് ദ ഗേറ്റ് ഓഫ് ഡെത്ത്, ഏത് മരണവാദിക്ക് കിടക്കുകയാണേലും സ്വർഗം നിന്റെ ബന്ധനത്തെ അഴിക്കുന്നത് എന്തോ വെച്ചാന്നറിയോ? അവന്റെ വചനം വെച്ച. 107 സങ്കീർത്തനം 20 വാക്യം, അവൻ തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ കയറ്റി, ലോകവും മനുഷ്യനും കൂടെ ബന്ധിച്ച് ഏത് കല്ലറയ്ക്കകത്ത് നിന്നെ കൊണ്ടുവച്ചാലും ഇന്ന് പകൽ നിനക്ക് വേണ്ടി ഒരു സന്ദേശം മുഴങ്ങും, നിനക്ക് വേണ്ടി ഒരു ശബ്ദം മുഴങ്ങും. ലാസറെ പുറത്തു വാ. അടച്ചു വെച്ചിരിക്കുന്ന നിന്റെ കല്ലറകളെ തുറന്ന് നിന്റെ കുടുംബത്തെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവത്തിന്റെ ശക്തി സ്വീകരിക്കുന്ന ദൈവമക്കൾ മാത്രം ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോ. ഈ പകല് വചനമയക്കും, വചനമയക്കും. നിങ്ങൾ എവിടെ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണേലും, നിങ്ങൾ എവിടെ ഒറ്റപ്പെട്ട് കിടക്കുകയാണേലും, ശതാധിപന്റെ വീട്ടിലേക്ക് വചനം അയച്ചതുപോലെ, കവർന്നഹൂമിലേക്ക് വചനം അയച്ചതുപോലെ, ഇന്ന് പകൽ എവിടെ ഇരുന്ന് നിങ്ങൾ വചനം കേൾക്കുന്നോ അവിടെ ഇരുന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ വീടിനകത്തേക്ക് ദൈവത്തിന്റെ വചന തീ പോലെ കയറിച്ചെല്ലാൻ പോവാ. എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും പുറപ്പെടുന്നെന്ന്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വചനമോട്ട് കയറി ചെന്നപ്പം പ്രത്യാശയില്ലാത്തവർക്ക് പ്രത്യാശ ഉണ്ടായി. എന്താ ഉണ്ടായ പ്രത്യാശ? 23 വാക്യം, 24 വാക്യം, അവർ യഹോവയുടെ പ്രവർത്തികളെയും ആഴിയിൽ അവന്റെ അത്ഭുതങ്ങളെയും കണ്ടു. ഇന്ന് പകൽ ഏത് നിലയില്ലാക്കയത്തിലാണ് നീ നിൽക്കുന്നതെങ്കിലും സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. അത് പറയാനാ എന്നെ ദൈവം ഇവിടെ ഇന്ന് അയച്ചത്. ഏത് നിലയില്ലാക്കയത്തിൽ ശ്വാസം മുട്ടുവാണേലും ഇന്ന് പകൽ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ദൈവം എനിക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യുമെന്ന് ഉറപ്പുള്ള എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? ഷേക്സ്പിയറിന്റെ ടെമ്പസ്റ്റ് എന്ന് പറയുന്ന ഒരു നാടകമുണ്ട്. ആ നാടകം ഇങ്ങനെ പറയുന്നത്: ഭീതിദായകമായ കൊടുങ്കാറ്റിൽപ്പെട്ട കപ്പലിനരികെ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാ, സകലവും നഷ്ടമായി, ദൈവത്തോട് പ്രാർത്ഥിപ്പീൻ, എല്ലാം നശിച്ചു, ദൈവത്തെ നോക്കി വിളിപ്പീൻ. ഒരു റഷ്യൻ പഴമൊഴിയുണ്ട്, കടലിൽ പോയിട്ടില്ലാത്തവൻ ഒരിക്കലും ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കാൻ പറ്റാത്തില്ല. ഇന്ന് പകൽ ജീവിതത്തിന്റെ നടുക്കടലിലാണോ? കരഞ്ഞു പ്രാർത്ഥിര്. സ്വർഗം ഇന്ന് പകൽ ആഴിക്കകത്ത് ഒരത്ഭുതം ചെയ്യും. നീ ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവം ഒരത്ഭുതം ചെയ്യും. എന്നോട് വീണ്ടും ആവർത്തിച്ച് പറയാം, പരിശുദ്ധാത്മാവ് പറയാ, നിലയില്ലാക്കയത്തിലാണോ അകപ്പെട്ട് കിടക്കുന്നത്? ആ സ്ഥലത്ത് ഇന്ന് പകൽ ഒരു അത്ഭുതം ദൈവം ചെയ്യും. ഹല്ലേലൂയ. കവി പാടിയ വരികളുണ്ട്: കുഞ്ഞിരുട്ടത്ത് കൂട്ടിനൊരാളില്ലാതെ, കണ്ണുനീരിലാറ്റിൽ അകപ്പെട്ട തോണി, അക്കരെ കാണാത്ത കണ്ണീരാറ്റിലെ പാമരമില്ലാത്ത പങ്കായമില്ലാത്ത പാഴ് ജീവിത തോണി. ഇല്ല, ഇന്ന് പകൽ പാമരമില്ലാത്ത പങ്കായമില്ലാത്ത പാഴ് ജീവിത തോണിയായിട്ട് ഇത് മാറത്തില്ല. ഈ പകൽ ഇതിനെ ദൈവം തൊടും. നീ നിൽക്കുന്ന നിലയില്ലാ കയത്തിൽ എന്റെ സ്വർഗം ഇന്ന് പകൽ ഒരത്ഭുതം ചെയ്യും. ഉറപ്പുള്ളവരൊക്കെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോ.
ആഴിക്കകത്തൊരത്ഭുതം ദൈവം സന്തോഷത്തോടെ സ്തോത്രം ചെയ്യും പ്രിയപ്പെട്ടവരെ. ഈ സമാപന സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ദൂതിത, നിലയില്ല കയത്തിൽ പാമരമില്ലാതെ പങ്കായമില്ലാതെ ആടി ഉലയുന്ന കണ്ണുനീരിൽ ആറ്റിലകപ്പെട്ട പാഴ്മരത്തോണി. ഈ ജീവിതം പാഴാകത്തില്ല, ഈ ജീവിതം ശൂന്യമാകത്തില്ല. ഈ ജീവിതത്തിനകത്ത് ഇന്നത്തെ പകൽ സ്വർഗ്ഗം ഒരു അത്ഭുതം ചെയ്യും. എന്താ ദൈവം ചെയ്ത അത്ഭുതം? 107 സങ്കീർത്തനത്തിന്റെ 29 വാക്യം. കൊടുങ്കാറ്റിനെ ശാന്താക്കി, തിരമാലകൾ അടങ്ങി. 18 വാക്യം പറയുന്നത് ഇങ്ങനെ: എക്സീഡിംഗ്ലി എക്സ്ട്രീംലി ബിയോണ്ട് ദ മെഷർ, നിയന്ത്രണത്തിനപ്പുറത്തടിക്കുന്ന കൊടുങ്കാറ്റ്, അളക്കുവാൻ കഴിയാത്തത്, ടെമ്പസ്റ്റ് അതികഠിനമായത്. ടോസ്ഡ് സിറ്റുവേഷൻ എന്നാ വേറൊരു വേർഷൻ ഞാൻ കണ്ട. ടോസ്ഡ് സിറ്റുവേഷൻ. ടോസ് ചെയ്യുന്നത് എങ്ങനെയാ? കോയിനൊക്കെ ടോസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ? എങ്ങനെയാ ടോസ് ചെയ്യുന്നത്? കോയിൻ എടുത്തേച്ച് ഇങ്ങനെ തട്ടും അല്ലേ? അന്നേരം അതെന്ത് ചെയ്യും? പമ്പരം കറങ്ങുന്നത് പോലെ കിടന്ന് കറങ്ങും അല്ലേ? മേളിലോട്ട് അതെന്ത് ചെയ്യും? കറങ്ങും. മേളിലോട്ട് കറങ്ങുന്നതിനെക്കാട്ടി സ്പീഡ് താഴോട്ടത് വീഴും. ഇന്ന് പകൽ നിന്റെ ജീവിതം കിടന്ന് കറങ്ങുമ്പം, കണക്കൂട്ടലിനപ്പുറത്തത് കിടന്ന് കറങ്ങുമ്പം, സ്വർഗത്തിലെ ദൈവം പറയുകയാ, കറങ്ങുന്ന ഈ ജീവിതത്തെ ഈ സഭായോഗത്തിനകത്ത് സ്വർഗം തൊടും. ഒരു മൈൽഡ് പ്രോബ്ലം അല്ലല്ലോ, ഒരു ചെറിയ പ്രശ്നമല്ലല്ലോ, മാനേജ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമല്ലേ? എന്താ ഈ സാഹചര്യം? അപ്പോസ്തലപ്രവൃത്തി 27:20 അവർ പറയുന്നുണ്ട്, വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാവുകയും വല്ലാത്ത കൊടുങ്കാറ്റടിച്ചുകൊണ്ടിരിക്കയാൽ രക്ഷപ്പെടുമെന്നുള്ള ആശ പോയി. ലോസ് ദെയർ ഹോപ്പ്. ലാസ്റ്റ് സിറ്റുവേഷനില വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സൂര്യനെ കാണുന്നതിന് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ എല്ലാം വേണോ? സൂര്യനെ കാണുന്നതിന് ആധാർ കാർഡിൻ്റെ ആവശ്യമുണ്ടോ? സൂര്യനെ കാണുന്നതിന് ഇത്ര ബാങ്കിൽ അക്കൗണ്ട് വേണമെന്നുണ്ടോ? സൂര്യവട്ടം അനുഭവിക്കുന്നത് അംബാനിയുടെ മോനായിട്ട് ജനിക്കണമെന്നുണ്ടോ? ഇല്ല. ഏത് ദരിദ്രനും ന്യായമായിട്ട് അനുഭവിക്കാൻ പറ്റുന്ന അവകാശമല്ലേ സൂര്യവെളിച്ചം? ഏത് ദരിദ്രനും ന്യായമായിട്ട് അനുഭവിക്കാൻ പറ്റുന്ന അവകാശമല്ലേ നക്ഷത്രത്തിന്റെ പ്രകാശം? ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ ഒരു നക്ഷത്രത്തിളക്കം ഉണ്ടാകാതിരിക്കാൻ, നിന്റെ ജീവിതത്തെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന സാഹചര്യത്തിനകത്ത് ഈ പകൽ ഒരു അത്ഭുതം ദൈവം ചെയ്യുമെന്നാണ് ഞാൻ ആത്മാവിൽ പറഞ്ഞത്. അപ്പോസ്തലപ്രവൃത്തി 27-28 വായിക്കുമ്പോൾ ഇവർ കടന്നു പോകുന്ന സാഹചര്യത്തിന്റെ ക്രൈസിസ് എന്താന്ന് ശരിക്കും അവിടെ പറയുന്നുണ്ട്. 27 അധ്യായത്തിൽ ഒരു വലിയ നിയോഗത്തോടുകൂടെ അവർ യാത്ര പുറപ്പെട്ടവരാ. 27 അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ ഒരു കൽപ്പനയുടെ പുറത്താണ് അവർ പോകുന്നത്. അവരുടെ ചിന്താധാരയ്ക്കനുസരിച്ച് അവർ പോകുന്നവരല്ല. ഒരു കൽപ്പനയുടെ പുറത്ത് ഞങ്ങൾ കപ്പൽ കയറി ഇറ്റലിക്ക് പോകണമെന്നുള്ള ആ കൽപ്പന ഉണ്ടായപ്പോൾ, അപ്പോൾ they decided to go to Italy. ഇറ്റലിക്ക് പോകാനായിട്ട് അവരെന്ത് ചെയ്തതാ? തീരുമാനിച്ചതാ. അവർ വെറുതെ തീരുമാനിച്ചതല്ല, കൽപ്പന കൊണ്ട്, രാജകീയ കൽപ്പനയുടെ പൂർത്തീകരണത്തിലുള്ള ഒരു യാത്ര. ആ യാത്ര തുടങ്ങിയപ്പോൾ മുതൽ 2-ാം വാക്യം കണ്ടോ? ആസ്യ കരപറ്റി ഓടുന്ന ഒരു അദ്രമുദ്ര കപ്പല. പക്ഷെ അത് പോകുന്നത് ഇതിലേക്കൂടാ, കരേക്കൂട്. ഇത് കോസ്റ്റ് ഓഫ് ഏഷ്യയുടെ കരേക്കൂടെ കപ്പൽ പോകേണ്ടത് ആഴത്തിൽ കൂടല്ലേ? പക്ഷെ ഇതെല്ലാ തുറമുഖത്തിലൂടെ ഷട്ടിലടിക്കുന്ന ഒരു കപ്പല്. ഈ കപ്പലെ പോയിട്ട് നോക്കിക്കേ. പിന്നെ 6-ാം വാക്യത്തിൽ അവിടെ നിന്ന് ഇറ്റലിക്ക് പോകുന്ന ഒരു അലക്സാന്ദ്രിയൻ കപ്പല്. 7-ാം വാക്യം കണ്ടോ? ഞങ്ങൾ ബഹുദിവസം പെതുക്കെ ഓടി എന്ന് പറഞ്ഞാൽ ജീവിതം മുഴുവൻ സ്ലോ ഡൗൺ ചെയ്യുക.
പിന്നെ അടുത്തത് അതെ 14-ാം വാക്യം കണ്ടോ, കൊടുങ്കാറ്റ്, ഈശാനമൂലിൽ നിന്ന് കൊടുങ്കാറ്റ്. 15-ാം വാക്യം കണ്ടോ, കപ്പലിന് നേരെ നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ. 21-ാം വാക്യം കണ്ടോ, വളരെ പട്ടിണി. 21-ാം വാക്യം കണ്ടോ, കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കുക. അടുത്തത് കണ്ടോ, എന്താ, സൂര്യനെയോ ചന്ദ്രനെയോ കാണാൻ പറ്റാത്ത അലയുന്ന ഒരവസ്ഥ. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. വളരെ നാളായിട്ട് സൂര്യനെയോ ചന്ദ്രനെയോ കാണാത്ത അവസ്ഥ. രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചപ്പോ കയ്യെ ചുറ്റി അണലി. പക്ഷേ ഇന്ന് പകലും നീ ഒരു കാര്യം ഓർത്തോണം, ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിലേക്ക് എൻ്റെ സ്വർഗം ഈ പകൽക്കാലം നിനക്ക് വേണ്ടി ഇറങ്ങിയാൽ, ജീവിതത്തിന്റെ ഏത് ലോവസ്റ്റ് പോയിന്റ് ആകട്ടെ, എണ്ണമില്ലാതെ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ ദിവസങ്ങൾ, 2 കൊരിന്ത്യർ ലേഖനം 4:8, വല്ലാതെ ഞങ്ങൾ ഞെരുക്കപ്പെടുക. 13-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ചോദിക്കുക, എത്രത്തോളം അങ്ങയുടെ മുഖം കാണാതെ ഞങ്ങളെ മറയ്ക്കും. ഓ ലോർഡ്, ഹൗ ലോങ്, ഹൗ ലോങ്, ഹൗ ലോങ്, എത്രത്തോളം. പക്ഷെ ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം പറയാം, എന്നും ജീവിതം ഈ കാറ്റിനകത്ത് കടന്ന് പമ്പരം പോലെ കറങ്ങത്തില്ല. നിന്റെ ജീവിതത്തിന് നേരെ അടിക്കുന്ന കൊടുങ്കാറ്റ് ശാന്തമാകും. നിന്റെ ജീവിതത്തിന് നേരെ അടിക്കുന്ന തിരമാല ശാന്തമാകും. നിന്റെ ഹൃദയത്തിനകത്ത് സ്വസ്ഥത വെളിപ്പെടും. സന്തോഷം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ശരിയായ വഴിയിൽ ദൈവം നിന്നെ എത്തിക്കും. എത്തേണ്ടടത്ത് ദൈവം നിന്നെ എത്തിക്കും. അതിനെതിരെ ഏത് മാനുഷിക ഗൂഢാലോചനകൾ ഉണ്ടായാലും, പ്രകൃതി എത്രമാത്രം ഇളകിയാലും, ഒരു കാര്യം ഓർത്തോണം, ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 23-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോണം. അപ്പോസ്തലപ്രവൃത്തി 23-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? 11-ാമത്തെ വാക്യം. ഹല്ലേലൂയ. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ ധൈര്യമായിരിക്കുക, നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കേണ്ടതാകുന്നെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇന്ന് നീ യെരൂശലേമിൽ നിൽക്കുന്നത് പോലെ നാളെ നീ റോമിൽ നിൽക്കേണ്ടവനാ. പക്ഷെ 12-ാം വാക്യം കണ്ടോ, 23:12, നേരം വെളുത്തപ്പം യെരൂശലേമിലെ ചില യഹൂദന്മാർ എന്ത് ചെയ്യുന്നറിയോ, അവനെതിരെ ഒരു ശപഥം ചെയ്യുക, പൗലോസിനെ കൊല്ലുവോളം തിന്നുകയോ കുടിക്കുകയോ ചെയ്യത്തില്ലെന്ന്. 16-ാം വാക്യം, ഈ പതിയിരിപ്പിനെ കുറിച്ച് പൗലോസിന്റെ പെങ്ങടമോ കേൾക്കുക. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ഈ പതിയിരിപ്പ് അത് മാനുഷികമാണേലും സാത്താനികമാണേലും പ്രകൃതിയുടേതാണേലും പൈശാചികമാണേലും, ഇന്ന് പകൽ അതിനെയെല്ലാം സ്വർഗത്തിലെ ദൈവം തകർത്തു മാറ്റിയേച്ച് ദൈവം തകർത്തു മാറ്റിയേച്ച് ഒരു കാര്യം ദൈവം ചെയ്തു. എന്താ ചെയ്തതെന്നറിയാവോ? ദൈവത്തിന് സ്തോത്രം. അവനെ റോമയിൽ ദൈവം എത്തിക്കുക. ആണോ? 28-ാം അധ്യായത്തിൽ ദൈവത്തിന് സ്തോത്രം 14-ാമത്തെ വാക്യം, പിന്നെ ഞങ്ങൾ റോമയിൽ എത്തി. നിന്റെ ജീവിതം എത്തത്തില്ലെന്ന് പറയുന്നിടത്ത് ദൈവം നിന്നെ എത്തിക്കും. വെറുതെ എത്തിക്കുകയല്ല, ചുമ്മാതെ എത്തിക്കുകയല്ലെന്ന്. 28:10 കണ്ടോ, അവർ ഏറിയ സമ്മാനങ്ങൾ തന്നു ഞങ്ങളെ മാനിച്ചു. ഞങ്ങൾ കപ്പൽ കയറുന്ന സമയത്ത് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് കയറ്റി തന്നു. പെട്ടിയോട്ടോയിലല്ല, ഷൂട്ട് കേസിനകത്തല്ല, കപ്പലേൽ. അപ്പം നിനക്ക് ദൈവം ഒരു മാന്യത ഒരുക്കിയിട്ടുണ്ട്. നിന്റെ കുടുംബത്തിന് ദൈവം ഒരു മാന്യത ഒരുക്കിയിട്ടുണ്ട്. നിന്റെ തലമുറയ്ക്ക് ദൈവം ഒരു മാന്യത ഒരുക്കിയിട്ടുണ്ട്. അത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ലെന്ന്, അത് സംഭവിക്കാൻ അനുവദിക്കത്തില്ലെന്ന് ആരൊക്കെ ശപഥം ചെയ്താലും, ആരൊക്കെ ഗൂഢാലോചന കഴിച്ചാലും, ഇന്ന് പകൽ നീ ദൈവത്തോടൊന്ന് നിലവിളിക്കോ. മനസ്സിലായവര് മാത്രം ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോ. പരിശുദ്ധാത്മാവേ അങ്ങേക്കു നന്ദി, പരിശുദ്ധാത്മാവേ അങ്ങേക്കു നന്ദി, പരിശുദ്ധാത്മാവേ അങ്ങേക്കു നന്ദി. ഈ പകൽ നിന്റെ വിടുതലിനെതിരെ ആരെല്ലാം ശപഥം ചെയ്താലും നിലവിളിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം ഒരത്ഭുതം ആരംഭിച്ചു. ജീസസ്,
ഈ ദൂത് മനസ്സിലായ ഒരു ദൈവത്തെ സ്തുതിച്ചാട്ട്. വിശാലത പ്രതീക്ഷിച്ച് വിറ്റ് നട്ട് ഉണ്ടായിരുന്ന കാശും കൊണ്ട് പട്ടണത്തിലേക്ക് പോയതാ. വഴിതെറ്റിപ്പോയി ചെന്നകപ്പെട്ടത് കള്ളന്മാരുടെ കയ്യിലാണ്. അവർ ഇരുട്ടിനകത്ത് ബന്ധിച്ചിട്ടേച്ച് കയ്യിലുണ്ടായിരുന്നതെല്ലാം പിടിച്ചു മേടിച്ചു. ആഹാരം പോലും കഴിക്കാതെ രോഗികളായി മരണവാതിലിനോടടുത്തു. അവിടെ കിടക്കുമ്പം രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷയില്ല, വീടൊന്നൊരു സ്വപ്നമില്ല. പക്ഷേ ഈ സാഹചര്യത്തെ അവർ വ്യത്യസ്തമാക്കി. എങ്ങനെ വ്യത്യസ്തമാക്കി? അവരവിടെ കിടന്ന് ദൈവത്തോട് നിലവിളിച്ചു. ദൈവത്തോട് നിലവിളിച്ചപ്പം ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവരുടെ ബന്ധനത്തെ അറുത്തുമാറ്റി അവരെ ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അവർ പാർക്കേണ്ട സ്ഥലത്ത് അവരെ സമാധാനത്തോട് എത്തിച്ചു. ഇന്ന് പകൽ നിന്റെ ജീവിതം ഒരു തുറമുഖത്തെത്താതിരിക്കാൻ ആരൊക്കെ എന്തെല്ലാം പദ്ധതികൾ ഒരുക്കിയാലും ആ പദ്ധതികളെ പൊളിച്ചു മാറ്റിക്കൊണ്ട് ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ഒരുക്കുന്നു. ശാന്തത ജീവിതത്തിൽ വരുന്നു. ശാന്ത തുറമുഖം അടുക്കുക. നമ്മുടെ വീടിനോട് നമ്മൾ അടുക്കുക. നമ്മുടെ പ്രത്യാശയത ശാന്ത തുറമുഖം എടുത്തു. എൻ്റെ വീടിനോട് ഞാൻ അടുത്തു. ഇന്നല്ലെങ്കിൽ നാളെ 2026 ചെവിയിൽ കാഹളത്തിൻ്റെ സ്വരം കേൾക്കുന്ന വർഷമാകട്ടെ. ഞാൻ എൻ്റെ വീട്ടിലെത്തും. ഞാൻ എൻ്റെ വീട്ടിലെത്തും. എൻ്റെ വീട്ടിൽ ഞാൻ എത്തും. ശബാരാധാര പാഴ്മരുഭൂമിയിൽ ക്ലേശം സഹിക്കലും നിത്യ തുറമുഖത്ത് ഞാൻ എത്തും. വിശ്രമിച്ചിടും ഞാൻ നിത്യ കൊട്ടാരത്തിൽ, നിസ്തുല്യമായ പ്രതാപത്തിൽ. കാന്തനെ കാണാൻ എത്ര പേർക്ക് ആർത്തി വളരുന്നുണ്ട്? ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. തമ്മിൽ തമ്മിൽ കാണും സിദ്ധന്മാർ, കോടാകോടി ഗണം അതേ തേജസ്സിൽ സർവാംഗ സുന്ദരനാകുന്ന നമ്മുടെ പ്രിയനെ നമ്മൾ കാണും. ആ കൂട്ടത്തിൽ ഞാനും കാണും. പ്രത്യാശയുള്ള ദൈവമക്കൾ പറ, ശാന്തത വന്നതുകൊണ്ട് ധൈര്യത്തോടെ വിശ്വസിച്ചു. ശാന്തത വരും. ഒറ്റ നിലവിളി എത്തേണ്ടിടത്തെത്തി.